Hello friends, I am Nisha from Nissa's Kitchen. Welcome to my channel. ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് വളരെ ടേസ്റ്റിയായി തോരൻ തയ്യാറാക്കുന്ന റെസിപ്പി നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവോള ഒരെണ്ണം വലുത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, വെളുത്തുള്ളി 5 അല്ലി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പച്ചമുളക് 4-5 എണ്ണം വട്ടത്തിൽ അരിഞ്ഞത്, കറിവേപ്പില ആവശ്യത്തിന്, ഉണക്കമുളക് 3-4 എണ്ണം, തേങ്ങ ചുരണ്ടിയത് അരമുറി, ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. ഇനി പ്രിപ്പറേഷൻ നോക്കാം. നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് മുഴുവനും പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പിനെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. ഉഴുന്നുപരിപ്പ് ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം, വറ്റൽമുളക് ചേർക്കാം, കുറച്ച് കറിവേപ്പില ചേർക്കാം, അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളകും സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. നമുക്കിനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ ഇതുപോലെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. നന്നായിട്ട് മിക്സ് ആക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് അല്പം വെള്ളം ചേർക്കണം. വെള്ളം അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഉരുളക്കിഴങ്ങ് വെന്ത് വരാനായിട്ട് ആവശ്യത്തിന് വെള്ളം മാത്രം ചേർക്കുക. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഏകദേശം 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുന്നു. ഇനി ഇതിലേക്ക് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് മീഡിയം ഹീറ്റിൽ ഇതിനെ കുക്ക് ചെയ്യണം. ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടപ്പ് മാറ്റാം. ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. വെള്ളം വറ്റി ഇത് ചുവട്ടിൽ പിടിച്ച് പോകാതിരിക്കാനാണ് ഇടയ്ക്ക് ഇതുപോലെ മിക്സാക്കി കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ടോട്ടൽ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ പൊട്ടറ്റോ ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. തേങ്ങ ഒതുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നൈസായിട്ട് ചുരണ്ടി എടുത്തിട്ട് അത് അതുപോലെ തന്നെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഇത് ലോ ഹീറ്റിലിട്ടാൽ മതി. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു ലോ ഹീറ്റിൽ ഒരു 3-4 മിനിറ്റ് ഇത് കുക്ക് ചെയ്യണം. വിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വരണം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കാം. ഉപ്പ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പ് 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയ ശേഷം അതൊന്ന് തളിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതിനെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മുടെ പൊട്ടറ്റോ തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ടുള്ള ഈ പൊട്ടറ്റോ തോരൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനലിനെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്